ഗായ്സ്, ഇപ്പം നമ്മൾ നമ്മുടെ സുൽത്താൻ ബത്തേരി മാരിയമ്മൻ കോവിലിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് മീനം ഒന്നല്ലേ, അപ്പം ഇന്ന് 1-ാം തീയതിയാണ്, അപ്പം സ്പെഷ്യലാണ്. അപ്പം നമ്മളിന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മുടെ സ്വാമി പപ്പയുണ്ടേ, നമ്മുടെ സ്വാമി പപ്പ നമുക്കിതേ പായസമൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. വാവ്, എപ്പോൾ വന്നാലും നമ്മുടെ സ്വാമി പപ്പ നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം തരും. അപ്പം അടിപൊളി ടേസ്റ്റി പായസം, അല്ല ചൂട് പായസമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ മാരിയമ്മൻ കോവിലിൽ കുറേ നാളായിരുന്നു ഗായ്സ് വന്നിട്ട് കേട്ടോ. എന്തായാലും ഇന്ന് വന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പം നമുക്കിവിടെ പ്രസാദം കിട്ടുന്നത് നമ്മുടെ മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞൾ തോണ്ടി പൈകൾ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസത്തിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് പായസമായിരുന്നേ. അപ്പോൾ ഇപ്പം തന്നെ അവർ പാകം ചെയ്ത് നമുക്ക് തന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇതേ പ്രസാദമൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതേ കുങ്കുമം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാവാറ്റിക്ക് സ്പെഷ്യലായിട്ട് പുഷ്പാഞ്ജലി നമ്മുടെ സ്വാമി പപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പായസം എൻ്റെ കയ്യിലിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒരു സൗകര്യമില്ല, അറിയാമല്ലോ. പായസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ്, എനിക്കറിയില്ല ഞാൻ എന്താണെന്ന്. അപ്പോൾ നമ്മളിനി നമ്മുടെ ഇവിടെ ഒരു കാവുണ്ട്, അപ്പോൾ അവിടെയും കൂടി നമ്മൾ വന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ദേവീൻ്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഇതേ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളോട് അവർ പറയുന്നത് നമ്മുടെ നരസിംഹ ക്ഷേത്രമുണ്ട്, അപ്പോൾ അവിടെ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്നാണ് ആ കാര്യം അറിയുന്നത്. അപ്പോൾ ഇന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ ആ ടെമ്പിളിലും കൂടി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാരിയമ്മൻ കോവിലിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ആൽമരമാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആൽമരത്തിൽ ഒരുപാട് കായ്കളുണ്ടായിട്ട് നിലത്ത് കിടപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടിപ്പം കുറച്ച് നാളുകളായിട്ടുള്ളൂ നമ്മുടെ അമ്പലത്തിൻ്റെ. അപ്പം നമ്മൾ വന്നിട്ടില്ല. അപ്പം നമ്മുടെ വയനാട്ടിൽ തന്നെ വലിയൊരു ഉത്സവമാണ് നമ്മുടെ ബത്തേരി മാരിയമ്മൻ കോവിലിലെ. അപ്പം കണ്ടില്ല, ഇതാണ് നമ്മുടെ ആലിൻ്റെ കായ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെന്താ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിനി നമ്മുടെ നരസിംഹ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് ഓർക്കുക. അപ്പം നമ്മുടെ സ്വാമി പപ്പ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് എപ്പോൾ കണ്ടാലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ സ്വാമി പപ്പയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി കണ്ടില്ല ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ ഈ മരത്തിൽ കണ്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറുള്ള വയലറ്റ് പൂക്കൾ കിടപ്പുണ്ട്. അപ്പം മരത്തിന് ചുറ്റും കണ്ടില്ല ഇഷ്ടം പോലെ പരവതാനി വിരിച്ച പോലെയാണ് കേട്ടോ. അപ്പം ഞാനും സത്യം പറഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ കളർ സെയിം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളറും ഏകദേശം മാച്ചിങ് ആയിരുന്നു. അപ്പം ഡ്രസ്സിൻ്റെ കളറാണ് ശരിക്കും പെർഫെക്റ്റ് മാച്ച്. അപ്പോൾ കണ്ടില്ല ഒത്തിരി പൂക്കൾ ആ സൈഡിൽ കൂടി ഇപ്പോൾ ഉണ്ടായി നിൽപ്പുണ്ട്. എന്തുകൊണ്ടും അതിമനോഹര കാഴ്ച തന്നെയാണിത്.